ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി വലിയ ഒരു പ്രതിസന്ധി ബ്രസീൽ അനുഭവിക്കുന്നുണ്ട്. നല്ല വിങ് ബാക്കുമാരുടെ അഭാവമാണ് ബ്രസീലിനെ അലട്ടുന്ന കാര്യം. ഡാനിലോ, അലക്സാൻഡ്രോ തുടങ്ങിയ താരങ്ങളെ കഴിഞ്ഞ വേൾഡ് കപ്പ് വരെ ബ്രസീലിന് ആശ്രയിക്കേണ്ടി വന്നിരുന്നു എന്നുള്ളത് ഈ ഒരു ദയനീയമായ അവസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. പക്ഷേ പുതിയ സൈക്കിളിൽ മികച്ച വിങ് ബാക്കുമാർ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ബ്രസീലിയൻ ആരാധകർ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞ ഇറ്റാലിയൻ ലീഗിലൊക്കെ സെസ്ക് ഫാബ്രിഗസിന് കീഴിൽ മികച്ച പ്രകടനം നടത്തിയ ടീമാണ് കോമോ. അവർ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ 2 ബ്രസീലിയൻ വിങ് ബാക്കുമാരെ എത്തിച്ചിട്ടുണ്ട്. ഒരാൾ കൈഗി ബ്രൂണോയാണ്. കഴിഞ്ഞ സീസണിൽ ക്രുസൈറോക്ക് വേണ്ടി ബ്രസീലിയൻ ലീഗിൽ തകർപ്പൻ പ്രകടനം നടത്തിയ ലെഫ്റ്റ് ബാക്കാണ് കൈഗി ബ്രൂണോ. ഭാവിയിൽ ബ്രസീലിൻ്റെ ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് കൈഗി ബ്രൂണോ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹം ഇപ്പോൾ യൂറോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. കോമോക്ക് വേണ്ടി കളിക്കാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ഫാബ്രിഗസ് കൈഗി ബ്രൂണോയെ തേച്ച് മിനുക്കിയെടുക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. കോമോയിൽ തിളങ്ങാൻ കഴിഞ്ഞാൽ, അഥവാ യൂറോപ്പിൽ അഡാപ്റ്റ് ആവാൻ കഴിഞ്ഞാൽ തീർച്ചയായും നല്ല ഒരു ലെഫ്റ്റ് ബാക്കിനെ ബ്രസീലിയൻ ദേശീയ ടീമിന് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. രണ്ടാമത്തെ താരം അത് യാൻ കൂട്ടോ. നമുക്കറിയാം, നേരത്തെ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിന് വേണ്ടി കളിച്ച റൈറ്റ് ബാക്കാണ് യാൻ കൂട്ടോ. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. യുവതാരം തന്നെയാണ്. യാൻ കൂട്ടോയും ഇപ്പോൾ ഫാബ്രിഗസിൻ്റെ കോമോയിൽ എത്തിയിട്ടുണ്ട്. റൈറ്റ് ബാക്കാണ്. ഈ താരത്തെയും ഫാബ്രിഗസും കോമോയും തേച്ച് മിനുക്കിയെടുക്കും എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ 2 പേരും ഫാബ്രിഗസിന് കീഴിൽ കോമോയിൽ മികച്ച പ്രകടനം നടത്തി കഴിഞ്ഞാൽ കാർലോ ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമാകും. 2 നല്ല വിങ് ബാക്കുമാരെ ബ്രസീലിയൻ ടീമിന് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പക്ഷേ 2 പേരും കോമോയിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് താരങ്ങൾ കോമോയിൽ ഫാബ്രിഗസിന് കീഴിൽ തിളങ്ങിയിട്ടുണ്ട്. നിക്കോ പാസ് ഒക്കെ അതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണ്. മികച്ച പ്രകടനമാണ് നിക്കോ പാസ് കോമോയിൽ ഫാബ്രിഗസിന് കീഴിൽ നടത്തിയിട്ടുള്ളത്. യാൻ കൂട്ടോ, കൈഗി ബ്രൂണോ, ഈ 2 പേരും നല്ല രൂപത്തിലേക്ക് മാറിയാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുക ബ്രസീലിയൻ ദേശീയ ടീമിന് തന്നെയായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.